എല്ലാവർക്കും നമസ്കാരം. 2-3 ദിവസമായി കാലാവസ്ഥയൊക്കെ മോശമായതുകൊണ്ട് വീഡിയോ ഒന്നും ഇടാൻ സാധിച്ചില്ല. എന്നാൽ ഇന്ന് നമുക്ക് തുടരാമല്ലേ. പുതിയതായി പറയാൻ എന്താണെന്ന് വെച്ചാൽ, മലയാള ഭാഷയ്ക്ക് സംസ്കൃത ഭാഷയുമായി അഭേദ്യമായ ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞല്ലോ. തുഞ്ചത്തെഴുത്തച്ഛനാണ് ഏറ്റവും കൂടുതൽ സംസ്കൃത പദങ്ങളെ ഇടകലർത്തി മലയാള ഭാഷയിൽ കാവ്യം രചിച്ചിട്ടുള്ളത്. അതുപോലെ കുഞ്ചൻ നമ്പ്യാരും കവിത്രയങ്ങളും അങ്ങനെ ഒരുപാട് കാവ്യങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. മലയാളത്തിലെ സ്ട്രക്ചർ തന്നെയാണ് സംസ്കൃതത്തിലും ഉള്ളത്. ഒരു ഉദാഹരണം പറയാമെന്ന് വെച്ചാൽ, ഇപ്പം ഭടൻ ശത്രുവിനെ കൊല്ലുന്നു. ഈ ഒരു വാക്യത്തിൽ 3 തരം പദങ്ങളാണ് ഉള്ളത്. അതായത് കർത്താവ്, കർമ്മ, ക്രിയ. ക്രിയാപദം എന്ന് വെച്ചാൽ പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന പദമാണ് ക്രിയ. ക്രിയയോട് ആര് എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരമാണ് കർത്താവ്. ക്രിയയോട് ആരെ എന്ന് ചോദിച്ചാൽ കിട്ടുന്ന ഉത്തരം കർമ്മം. അപ്പോൾ ഈ കർത്തൃപദങ്ങൾ 3 ലിംഗങ്ങളിലും വരാം. പുല്ലിംഗം, സ്ത്രീലിംഗം, നപുംസകലിംഗം. പുല്ലിംഗത്തിൽ വരുമ്പോൾ ഇൻ, അവൻ, രാമൻ, കൃഷ്ണൻ അങ്ങനെയുള്ള പദങ്ങളായി മാറും. അതുപോലെ സ്ത്രീലിംഗത്തിൽ വരുമ്പോൾ അവൾ, രമ, വസുമതി, നദി, കവിത അങ്ങനെയുള്ള പദങ്ങൾ വരും. നപുംസകലിംഗത്തിലാകട്ടെ അത്, പത്രം, പാത്രം, പുസ്തകം അങ്ങനെയുള്ളതെല്ലാം കർത്തൃപദങ്ങളായി വരും. ഇതേ പദങ്ങൾ തന്നെ സംസ്കൃതത്തിലേക്ക് കടന്നു വന്നാൽ നമ്മൾ അതിനെ പ്രഥമാ വിഭക്തി, അതായത് 1ാമത്തെ വിഭക്തിയായിട്ടാണ് പരിചയപ്പെടുത്തുക. അതായത് കൃഷ്ണഃ, രാമഃ എന്നൊക്കെ പുല്ലിംഗത്തിൽ, അതുപോലെ സ്ത്രീലിംഗത്തിൽ നദി, രമ തുടങ്ങിയ ശബ്ദങ്ങൾ. അതുപോലെ നപുംസകലിംഗത്തിലാണെങ്കിൽ കളത്രം, പുസ്തകം, പാത്രം, പത്രം എന്നിങ്ങനെയുള്ള പദങ്ങൾ വരും. ഇതിനെ നമ്മൾ പ്രഥമ വിഭക്തി എന്നാണ് ഈ കർത്തൃപദങ്ങളെ നമ്മൾ പരിചയപ്പെടുത്തുക. ഉദാഹരണമായി ആ ഒരു പരിചയപ്പെടുത്തുന്ന ഒരു പദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, അതെന്നു പ്രഥമയ്ക്കർത്ഥം ദ്വിതീയക്കതിനെ പുന അതിനോടതിലേക്കെന്നും ദ്വിതീയക്കർത്ഥമായി വരും. തൃതീയ ഹേതുവായിക്കൊണ്ടാൽ ഓടുടേതി ചക്രമാത് ആയിക്കൊണ്ട് ചതുർത്ഥീജ സർവത്ര പരികീർത്തിത. അതിൽ നിന്നതിനേക്കാളും ഹേതുവായിട്ട് പഞ്ചമി ഇക്ക് ഇന്ന് ഉടേ ഷഷ്ടിക്കതിൻ്റെ വച്ചും എന്നവി അതിങ്കൽ അതിൽ വെച്ചെന്നും വിഷയം സപ്തമീ മത. ഇതുതന്നെയാണ് നമ്മുടെ മലയാളത്തിൽ നിർദ്ദേശിക, പ്രതിഗ്രാഹിക, സംയോജിക അങ്ങനെ 7 വിഭക്തികളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ പ്രഥമ മുതൽ 7 വിഭക്തികളാണുള്ളത്. അതിനെ പരിചയപ്പെടുത്തിക്കൊണ്ട് ശേഷം അടുത്ത അവസരത്തിൽ നമുക്ക് തുടരാം.